ഇന്ന് ഞാൻ ഇച്ചിരി മുളകൊക്കെ നട്ടിക്കുന്നത് നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഇതാ ഒരു വലിയ മുളകാണ്. ഇത് നല്ലവണ്ണം പൂത്ത് ചെറിയ കുഞ്ഞു കുഞ്ഞു കാകളെല്ലാം വന്നിട്ടുണ്ട്. ഇതെല്ലാം ഗ്രോ ബാഗിൽ വെച്ചിരുന്നതാണ്. അതെല്ലാം എടുത്ത് മാറ്റിയിട്ട് ഞാനിപ്പോൾ തറയിലോട്ടൊന്ന് നടാമെന്ന് വിചാരിക്കും. കുറച്ച് സ്ഥലമേ ഉള്ളൂ, അപ്പോൾ അതിലോട്ടൊന്ന് നടാമെന്ന് വിചാരിക്കുന്നു. കാരണം ഗ്രോ ബാഗിൻ്റെ വളം എല്ലാം തീർന്നു കഴിഞ്ഞു. ഇനി നട്ടാൽ അതിൽ രക്ഷയില്ല. അതുകൊണ്ട് ഞാൻ ഒന്ന് മണ്ണിൽ നടാമെന്ന് വിചാരിച്ചു. ഇതാണ്ടോ കുഞ്ഞു കുഞ്ഞ് മുളക് തൈകളും നട്ടിട്ടുണ്ട്. അതെല്ലാം ഞാൻ വിത്തെടുത്തതെന്ന് പറഞ്ഞാൽ വെറുതെ നമ്മൾ കടുക് താളിക്കാനൊക്കെ എടുക്കുന്ന മുളകിൻ്റെ കുരു ഇട്ടിട്ട് ഞാനൊന്ന് മുളപ്പിച്ചെടുത്തതാണ്. ഈ ഒരെണ്ണം എന്ന് പറഞ്ഞാൽ അസുരമുളകാണ്. ഉണ്ടമുളക് അറിയാമല്ലോ. അത് പൊടിച്ചു വന്നു. അപ്പോൾ അതിൻ്റെ മുകളിലൊരു കേട് വന്നത് കാരണം ഞാൻ അതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞു. എന്നിട്ടാണ് അത് നിൽക്കുന്നത്. ഇതെല്ലാം സാധാ മുളകാണ്. ഇതാണ്ടോ. ഇതിന് വേറെ വളമോ ഒന്നും വേണ്ട. മുട്ടത്തോടോ നമ്മൾ അരിയുന്ന പച്ചക്കറി വേസ്റ്റോ എന്തിട്ടാലും മതി. ഇനി ഞാനൊരു കാന്താരി മുളക് നട്ടിട്ടുണ്ട്. ഇതാണ്ടോ, ഇത് കാന്താരിയാണ്. ഇത് ഏകദേശം പൂക്കാറൊക്കെ ആയിട്ടുണ്ട്. കുഞ്ഞു മൊട്ട് വന്നിട്ടുണ്ട്. കാന്താരി മുളക് പിടിച്ച് കിട്ടാനാണ് ഏറ്റവും വലിയ പാട്. ബാക്കി എല്ലാ മുളകും എവിടെ നട്ടാലും പൊടിക്കും. പക്ഷേ കാന്താരി മുളക് പെട്ടെന്ന് പൊടിച്ച് കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പണ്ടൊക്കെ വിളകളിലൊക്കെ ഇഷ്ടംപോലെ കാന്താരി മുളക് ഉണ്ടായിരുന്നതാണ്. പക്ഷേ ഇതിപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അത് പിടിച്ച് കിട്ടാനായിട്ട്. ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ എന്നോ പോയപ്പോൾ വാങ്ങിയ 2-3 റോസ ഉണ്ടായിരുന്നു. അത് ഞാൻ കുഞ്ഞു ചട്ടിയിലാണ് വാങ്ങിക്കൊണ്ടുവന്ന് അതിനെ ഇളക്കി ഞാൻ ഈ തറയിലോട്ടൊന്ന് നട്ടു. ഇതാണ്ടോ നിറച്ച് പൂത്ത് കിടക്കുന്നു. നമ്മൾ ഈ എത്ര ഗ്രോ ബാഗ് ആയാലും ബക്കറ്റായാലും എന്തിൽ വെച്ചാലും മണ്ണിൽ നടുന്നതിന് ഒരു പ്രത്യേകത തന്നെയാണ്. അവർ വേരൊക്കെ നല്ലവണ്ണം ഓടി ഇഷ്ടംപോലെ ഇതാ കാച്ചിട്ടുമുണ്ട്. വെറുതെ 90 രൂപയോ 100 രൂപയോ കൊടുത്ത് വാങ്ങിയ റോസാണ്. ഇതാണ്ട് അതാ നല്ല അടിപൊളി റെഡ് കളറുള്ള റോസാണ് കിട്ടിയുള്ളത്. ഇഷ്ടം പോലെ പൂവും വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഈ പച്ചക്കറി ഈ മുളകൊക്കെ നടുന്നതിൻ്റെ ഇടയിലോട്ട് ഞാൻ അതും ഒന്ന് കുഴിച്ച് വെച്ചിട്ടുണ്ട്. അതെന്താ നല്ലവണ്ണം തഴച്ച് വളരുന്നുണ്ട്. പിന്നെ ഞാൻ ചെറിക്കുന്നതെന്ന് പറഞ്ഞാൽ പുതിനയിലയാണ്. ഇതാണ്ടോ വെറുതെ കടയിൽ നിന്ന് വാങ്ങിയ ഒരു പുതിനയിലയുടെ തണ്ട് നട്ടതാണ്. ഇതാ 1-2 ചട്ടിയിൽ ഞാൻ വച്ചിട്ടുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് എത്ര കറിവേപ്പില വെച്ചാലും അത് പൊടിച്ച് കിട്ടത്തില്ല. തൈ കൊണ്ടുവന്ന് വെച്ചാൽ പൊടിച്ച് കിട്ടത്തില്ല. അങ്ങനെ ഞാനൊരു ബന്ധു വീട്ടിൽ പോയപ്പോൾ കറിവേപ്പിലയുടെ ഒരു കമ്പ് കൊണ്ടുവന്ന് ഞാനിതാ നട്ട് വെച്ചിരിക്കുന്ന ഒരു പരീക്ഷണമാണ്. ഇത് പൊടിക്കുമോ എന്നുള്ള അറിയില്ല. പക്ഷെ കണ്ടപ്പോൾ അതിന് കുഞ്ഞു പൊടിപ്പ് വന്നതുപോലെ ഒരു തോന്നൽ എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ എന്തായാലും ഒരാഴ്ച കഴിഞ്ഞാലേ പൊടിപ്പ് വന്നാൽ അത് പുറത്തോട്ട് വരത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി അതും നട്ട് ഞാൻ പരീക്ഷിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ പുതിനയില, നല്ല കിളുന്ത് പുതിനയില ഇപ്പോൾ പൊടിച്ച് വന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളും ഫ്രീ ആയിരിക്കുന്ന സമയത്ത് ഇതുപോലെയൊക്കെ ഉള്ളതൊന്ന് കൃഷി ചെയ്ത് നോക്കാം. ഒരു 5 മിനിറ്റ് മതി. ഓക്കെ.